മലയാള സിനിമയിൽ ജാതി ഗ്ലോറിഫിക്കേഷൻ ഉണ്ടോ? ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത സിനിമകളെല്ലാം തന്നെ ഇന്നും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നത് ഒരു സത്യമാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മലയാള സിനിമയിലെ ജാതി ഗ്ലോറിഫിക്കേഷൻ ആൻഡ് സംവരണ വിരുദ്ധത. ആദ്യം നമുക്ക് മതേതരത്വത്തിന് വേണ്ടി ജാതീയത പറയുന്ന ഒരു സീൻ കാണാം. സഹദേവാ, ഈ മാപ്പിളമാരെ ഒന്നും ക്ഷേത്രത്തിനകത്തെ കയറ്റണ്ട. ഇവിടെ ശുദ്ധികലശം നടത്താനൊന്നും നേരമില്ല. സുലൈമാനെ, നീ പോ. ഇയാളെ അങ്ങ് താഴെ നിന്നാ മതി. തനിക്കൊക്കെ തന്നെ മുണ്ടും കൊറിയിട്ട് അമ്പലത്തിൽ കയറാൻ അനുവാദം കിട്ടിയിട്ട് അധികം കാലവും ചരിത്രമൊന്നും ആയിട്ടില്ല കേട്ടോ. സംഭവം മനസ്സിലായില്ലേ? കൊല്ലം തുളസിയുടെ കഥാപാത്രം ഒരു താഴ്ന്ന ജാതിക്കാരനാണ്. ഈ ഇടയ്ക്ക് എന്തോ എപ്പോഴോ ആണ് അവർക്ക് അമ്പലത്തിൽ കയറാൻ അവസരം കിട്ടിയത്. അങ്ങനെ അവസരം കിട്ടിയത് പോലും തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു സീൻ പോലെ ഉണ്ട്. പക്ഷെ ന്യായീകരിക്കാൻ കേട്ടോ, ജാതി പറഞ്ഞിട്ടാണെങ്കിലും മതേതരത്വം ഉയർത്തി കാട്ടിയിട്ടുണ്ട് മേജർ രവി സാർ. ആദ്യം തന്റെയൊക്കെ മനസ്സിലാവും ഒരു ശുദ്ധികലശം നടത്തേണ്ട. ഇനി മലയാളത്തിലെ ആദരണീയനായ എഴുത്തുകാരൻ ടി ദാമോദരൻ മാഷ് എഴുതിയുണ്ടാക്കിയ കുറച്ച് പ്രോഗ്രസീവ് സീനുകൾ കാണാം. നീ ഏതർത്ഥത്തിലാണ് ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പുള്ളി ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ രവി ദൈവത്തിന്റെയും ഫാൻസിന്റെയും കൂടെ ചേർക്കായിരുന്നു. മംഗലാപുരം മുതൽ പാറശാല വരെ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. റോഡിന്റെ ഇരുവശങ്ങളിലും കൊട്ടാര തുല്യമായ മണിമാളികകൾ കണ്ടു. കൂറ്റൻ ബഹുനില കെട്ടിടങ്ങളും വൻകിട വ്യവസായശാലകളും കണ്ടു. അവയിൽ ഒന്നുപോലും ഒരു സവർണന്റേതായിരുന്നില്ല, ഒരു നമ്പൂതിരിയുടേതായിരുന്നില്ല. കള്ളക്കടത്തും കുഴൽപ്പണമിടപാടും കൊണ്ട് കോടികൾ വാരിക്കൂട്ടിയ ന്യൂനപക്ഷ സമുദായക്കാരൻ്റെതായിരുന്നു. ആ തൊഴിൽ ചെയ്യാൻ നമ്പൂതിരി പഠിച്ചില്ല. ന്യൂനപക്ഷവും താഴ്ന്ന ജാതിക്കാരനും എല്ലാം കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? അത് കള്ളക്കടത്ത് നടത്തിയിട്ടാണ്. സവർണൻ കെട്ടിടം ഉണ്ടാക്കുന്ന എങ്ങനെയായിരിക്കും? അത് നേരായ വഴി കൂടെ ഉണ്ടാക്കത്തുള്ളൂ. വാട്ട് എ പ്രോഗ്രസീവ് തോട്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നമ്മൾ വിളിച്ചു പോകും മാഷേ എന്ന്. സംവരണത്തിന്റെ ശാപമേറ്റ് കീഴ്ജാതിക്കാരന്റെ ചവിട്ടടിയിലേക്ക് നീ വീഴാൻ കാരണം സവർണ മുദ്ര ചാർത്തിയ ഈ നൂലാണെന്ന് നീ അറിയണം. കീഴ്ജാതിക്കാരൻ്റെ ചവിട്ടടിയിൽ മറ്റേ റിവേഴ്സ് കാസ്റ്റിസം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ രവി ദൈവത്തിനെക്കാളും മേളിൽ വന്നനെ ദാമോദരൻ മാഷ്. ജസ്റ്റ് മിസ്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുത്തൻ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാലും കെട്ടിയാലും അത് ദേശീയോദ്ഗ്രഥനമാണ്, നാഷണൽ ഇന്റഗ്രേഷൻ. മറിച്ച് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഭൂരിപക്ഷ സമുദായക്കാരൻ പ്രേമിച്ചാലും കല്യാണം കഴിച്ചാലും അത് ദേശീയ നാഷണൽ കലാമിറ്റി. ന്യൂനപക്ഷ സമുദായക്കാരൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ അത് തട്ടിക്കൊണ്ടുപോക്ക്. ഭൂരിപക്ഷ സമുദായക്കാരൻ ചെയ്യുമ്പോൾ അത് പ്രേമം, കല്യാണം, അങ്ങനെയൊക്കെ. തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അവകാശത ഒരു സവർണ്ണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി മൈത്തവും. ദേ കറക്റ്റ് നോൺസെൻസ് സംഘടനയെ പോലെ സംസാരിക്കുന്നു. ഇത്രയും പച്ചയ്ക്ക് ജാതി വിരുദ്ധ സിനിമയിൽ എഴുതി വെച്ച അതിനെ ന്യായീകരിച്ച മനുഷ്യനെ നമ്മളുടെ മീഡിയയൊക്കെ വിളിക്കുന്നതാണ് ദാമോദരൻ മാഷ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ യെസ്, മാസ്റ്റർ ഓൺ റൈറ്റിംഗ് കാസ്റ്റിസം. ആ കഥാപാത്രത്തിന് വലിയ വീടുണ്ട്, പറമ്പുണ്ട്. പക്ഷെ സ്വന്തം മേലാണെങ്കിൽ ജോലി എടുക്കാൻ വയ്യ. കാരണം പറമ്പും വീടൊക്കെ ഉണ്ടെങ്കിലും കാശില്ലാത്തതുകൊണ്ട് പണിക്കാർക്ക് കാശ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ബ്രാഹ്മണന്റെ ശരീരം അനങ്ങി അയാൾ പണിയെടുത്തൊരു കൃഷി ചെയ്താൽ അത് കുറച്ചിലല്ലേ. അതുകൊണ്ട് കുറച്ച് ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഇട്ട് കുറച്ച് ജാതി വിരുദ്ധതയൊക്കെ കയറ്റി അങ്ങ് പോവാന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ഓണറബിൾ മെൻഷൻസ് ആകാം. എന്താ ഇതിന്റെ ജാതി? നമ്മുടെ ജാതി തന്നെ. അച്ഛൻ ഗോവിന്ദൻ നായര്, അമ്മാവൻ ചോക്കുട്ടി. എന്താ ജാതി? അമ്മയുടെ വൈകിയാണെങ്കിൽ അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇന്ത്യയിൽ ക്രോസ് ബെൽറ്റ് ഇട്ട് ജനിച്ച എല്ലാവർക്കും, പൂണിലിട്ട് ജനിച്ച എല്ലാവർക്കും വിജയിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, എഡ്യൂക്കേഷൻ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറെ നാൾ നടന്ന് ജോലി തന്നു. നമ്പൂരിയായിട്ട് ജനിച്ചു പോയില്ലേ. കുലത്തുള്ള ശാന്തിക്ക് പോലും ശുപാർശയും സംവരണവും ഒക്കെ. ചെക്കൻ കുഞ്ഞിന്റെ അമ്മന്റെ കയ്യിൽ നിന്ന് എത്ര കഞ്ഞിയും ചോറും വാങ്ങി കഴിച്ചാന്നറിയോ? നന്ദില്ലാത്ത ജാതി. വലിയ പ്രതാപം ഉണ്ടായിരുന്നപ്പോൾ നായർ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ച ഭക്ഷണത്തിന് നന്ദി താഴ്ന്ന ജാതിക്കാരനാണേൽ എന്നും കാണിക്കണം. അതായത് നമ്മൾ ഈ നായക്കൊക്കെ ഭക്ഷണം കൊടുക്കത്തില്ലേ, അപ്പോൾ അത് നന്ദി കാണിച്ച് വാലാട്ടി നിൽക്കും. അങ്ങനെ താഴ്ന്ന ജാതിക്കാരനായ ഒരാൾ നായറിൻ്റെ മുമ്പിൽ നിൽക്കണമെന്നാണ് പുള്ളിക്കാരൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നെക്കാൾ മാർക്ക് കുറവായിട്ടും തനിക്ക് ജോലി കിട്ടി. സവർണനായതുകൊണ്ട് എന്നെ തട്ടിപ്പോയി. സത്യത്തിൽ ഒരു നായരായി ജനിച്ചതിൽ അന്നാണ് എനിക്ക് ദുഃഖം തോന്നിയത്. നായരായതുകൊണ്ട് ജോലി കിട്ടാത്ത യുവത്വം, റിസർവേഷൻ ഉള്ളതുകൊണ്ട് നായറിൻ്റെ ജോലി തട്ടിയെടുത്ത താഴ്ന്ന ജാതിക്കാരൻ. നമ്മുടെ ജനറേഷന് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. ഈ സോ കോൾഡ് മാഷന്മാരെല്ലാം പണ്ടേ ഇതൊക്കെയല്ലേ നമ്മുടെ തലയിലേക്ക് സിനിമയിലൂടെ ഫീഡ് ചെയ്തു തന്നത്. അപ്പോൾ അങ്ങനത്തെ പൊതുബോധമൊക്കെ അൺലേൺ ചെയ്യാനായിട്ട് സമയമെടുക്കും. നമ്മുടെ നാട്ടുകാരനാ ലണ്ടനിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കുക. എന്താ പേര്? രാധിക മേനോൻ. ഓ, സമാധാനമായി. മേനോൻകുട്ടിയാണല്ലേ. ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. മുത്തശ്ശൻ ബി ലൈക്ക്, ഇതൊക്കെ ആർക്ക് വേണം? കുട്ടിയുടെ വീട് രാധിക മേനോൻ. മയിര് വെള്ളം പോയി. ഇത്തിരി ജാതി സ്പിരിറ്റ് കൂടുതലാ.
അതുകൊണ്ട് നല്ല നായന്മാർക്ക് വേണ്ടി മാത്രമേ ഞാൻ ദല്ലാൽ പണി ചെയ്യാറുള്ളൂ. ഈ ആപ്പ നായന്മാർക്കൊന്നും ഈ ഗണപതിയെ കണി കാണാൻ കിട്ടില്ല. തന്റെ ജാതി എന്താ? അമ്മ മേനോക്കിയാ, അച്ഛൻ ചക്കാലയാ. ഈ സീൻ ഒരു കോമഡി സീനാണ് കേട്ടോ. ഇതിൽ അച്ഛൻ്റെ ജാതി പറയുമ്പോൾ ജഗതിക്കുണ്ടാകുന്ന ഒരു ശബ്ദമാറ്റമുണ്ട്. അതാണ് ഈ സീനിലെ കോമഡി. ഇത്രയും വലിയ ജാതി വിരുദ്ധതയൊക്കെ കോമഡി എന്നും പറഞ്ഞാണ് നമ്മുടെ ജനറേഷന് ഇവരെല്ലാം കാണിച്ചു തന്നത്. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ, അല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. അതെന്താ ബാക്കി ജാതിക്കാരാണെങ്കിൽ ഒളിഞ്ഞു നോക്കുമോ എന്ന് അന്നാരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ ചിലപ്പോൾ നിർത്തിയേനെ. അതുപോലെ തന്നെ ദേവാസുരത്തിലെ ഈ സീൻ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. ജാരസന്തതി ആണെങ്കിലും എന്താ ആ എലൈറ്റ് ജാരസന്തതിയാണ്. അതായിരുന്നു കേട്ടോ അവിടെ ടെൻഷൻ. അത് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇതുപോലെ പച്ചയ്ക്ക് ജാതി വെളുപ്പിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ പറയൂ. നമുക്ക് അടുത്തൊരു സെഗ്മെൻറ്റിൽ അതിനെക്കുറിച്ച് പറയാം.